ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ. മറ്റൊരു ലൈവ് ഓപ്ഷൻ ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ലൈവ് അല്ല, ലൈവിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ കാണിക്കുന്നത് ചിലപ്പോൾ മാർക്കറ്റ് അവേഴ്സിലായിരിക്കും. സോ ഒത്തിരി നാളെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഓപ്ഷൻ ബൈയിങ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. പണ്ട് നമ്മൾ ഡെയിലി ഈ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ട്രേഡുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആഫ്റ്റർ ലോങ് നിങ്ങൾക്ക് അറിയാം, നമ്മളാണെങ്കിലും സിസ്റ്റമാറ്റിക് ആയി നമുക്ക് വേണ്ടി സിസ്റ്റമാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ട് സമയം കിട്ടാറില്ല. പിന്നെ സ്റ്റോക്കും ഓപ്ഷൻ സെല്ലിംഗ് എല്ലാത്തിന്റെയും നമ്മൾ ഇതുപോലെ കോപ്പി ട്രേഡിംഗ് ഒക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ലൈവ് സ്ട്രീം പോകാനോ ലൈവ് ട്രേഡിംഗ് ചെയ്യാൻ നേരത്തെ ട്രേഡുകൾ അപ്ഡേറ്റ് ചെയ്യാനോ സമയം കിട്ടാറില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെ ക്ലയൻസും ഒത്തിരി കംപ്ലൈന്റ് പറയാറുണ്ട്, ഇപ്പം വീഡിയോ അനാലിസിസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. സോ ഇന്ന് അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടായി. ഇന്ന് അങ്ങനെ ഒരു ലൈവ് റെക്കോർഡഡ് അല്ല. ഞങ്ങൾ ഗ്രൂപ്പിൽ ഇന്ന് നിങ്ങൾക്ക് അറിയാം, നിഫ്റ്റി ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ്. നിഫ്റ്റി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആകുന്നു, ഇതിന് ലേറ്റർ മാർക്കറ്റ് സൈഡ് വേസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു OI അനാലിസിസ് ഇട്ടു. നമ്മൾ ഓൾറെഡി OI എന്ന് പറ്റി വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നേരത്തെ കണ്ട ലൈവ് ഓപ്ഷൻ ബൈയിങ് കമ്മ്യൂണിറ്റി, അത് വെറുതെ ഒരു ടിപ്പ് തരുന്ന കമ്മ്യൂണിറ്റി അല്ല കേട്ടോ. നമ്മൾ ട്രേഡ് എടുക്കുന്ന ട്രേഡുകൾ പറയും, എൻട്രി എക്സിറ്റ് പറയും, ട്രെയിലിംഗ് SL പറയും, OI അനാലിസിസ് ഇടും, ചാർട്ട് അനാലിസിസ് ഇടും, നമ്മുടെ SMC വെച്ചിട്ടുള്ള ലെവൽസ് അപ്ഡേറ്റ് ചെയ്യും, റെഡ് ഗ്രീൻ ലൈൻ ബ്രേക്ക്ഔട്ട് ട്രേഡുകൾ ഇടും, സ്പ്രെഡുകൾ കൊടുക്കും. മാർക്കറ്റ് തുടങ്ങുമ്പോൾ തൊട്ട് 8:30 തൊട്ട് വൈകിട്ട് 3:30 വരെ ലൈവ് മാർക്കറ്റിൽ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഫ്രീ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം നമ്മളുടെ മെമ്പർ ആയിരിക്കണം എന്ന് മാത്രം. നമ്മളുടെ വഴി ലിങ്കിൽ ഓപ്പൺ ചെയ്ത അക്കൗണ്ടുള്ള ക്ലയൻസിന് ആബ്സല്യൂട്ട്ലി ഫ്രീ, ലൈഫ് ടൈം ഫ്രീ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റിയാണ്. ഇതിൽ ഇതുപോലെ ഞങ്ങൾ എടുക്കുന്ന ട്രേഡ് അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾ ആ പറയുന്ന രീതിയിൽ മാത്രം എടുത്താൽ മതി. എന്ത് സംശയം ഉണ്ടെങ്കിലും ലൈവ് മാർക്കറ്റിൽ, അതാണ് പ്രത്യേകത. ലൈവ് മാർക്കറ്റിൽ ഞാനും എൻ്റെ മെന്റേഴ്സിനോട് ചോദിക്കാം, അവർ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഫ്രീ ആണ്, ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. സോ ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ഇടാറുണ്ട്. പക്ഷേ എനിക്കറിയാം ഒരു പകുതി പേരും ഇത് ജസ്റ്റ് എല്ലാ ദിവസവും കണ്ട് റീഡ് ചെയ്യുന്നു. അവർക്കൊക്കെ വേണ്ടത് നിഫ്റ്റി ഇപ്പോൾ എത്ര രൂപയ്ക്ക് മേടിക്കണം, എത്ര രൂപയ്ക്ക് വിൽക്കണം, അത്ര മാത്രമാണ്. അനലൈസ് ചെയ്യാൻ ഒരുത്തരും ഒരു താല്പര്യമില്ല. അങ്ങനെ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് ഒന്നുകൂടി ഒരു ഇരുത്തി പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങളുടെ മെമ്പേഴ്സിന് വേണ്ടി, നമ്മുടെ ലൈവ് എൻ്റെ ഒപ്പം ഓപ്ഷൻ ബൈ ചെയ്യുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി ഞങ്ങൾ ടെലിഗ്രാം ലൈവ് നടത്തിയതാണ്. ടെലിഗ്രാമിൽ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്, ട്രേഡിന്റെ ഇടയ്ക്ക് ലൈവ് പോവാം. അപ്പോൾ ഞങ്ങൾക്ക് സ്ക്രീനൊക്കെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു ലൈവ് സ്ട്രീമിംഗ് എൻ്റെ ക്ലയൻസിന് വേണ്ടി ചെയ്ത സ്ട്രീമിംഗ് ആണ്. ഞാൻ വിചാരിച്ചു അത് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം OI വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇന്നത്തെ എൻ്റെ OI അനാലിസിസ് ഞാൻ കൃത്യമായി റെക്കോർഡ് ചെയ്ത് ലൈവ് മാർക്കറ്റിൽ ഇട്ടോ. അത് മാർക്കറ്റ് കഴിഞ്ഞിട്ടല്ല, ലൈവിൽ ഞാനും എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുന്ന ക്ലയൻസ് കൂടി അനലൈസ് ചെയ്ത OI ഡേറ്റയാണ്. അത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. യെസ്, ഹായ്. എത്ര പേരൊക്കെ ഇൻട്രസ്റ്റഡ് ആണോ? വെരി ഗുഡ്. സാധാരണ ഈ ഗ്രൂപ്പിൽ ഒരു 2000-3000 പേരൊക്കെ ഉണ്ടെങ്കിലും ആക്റ്റീവ് ട്രേഡ് ചെയ്യുന്ന ഒരു 200-300 പേരൊക്കെ ഉള്ളൂ. കാരണം നമുക്കറിയാം മെസ്സേജ് റീഡ് ചെയ്യുമ്പോൾ ഒക്കെ. ആൻഡ് നമ്മുടെ ഇതേപോലെ ലൈവ് സെക്ഷൻ നമ്മുടെ ഈ ലൈവ് ഓപ്ഷൻ ബൈയിങ് ഗ്രൂപ്പിൽ വേണ്ടി എടുത്തിട്ട് ഒത്തിരി നാളായി. നിങ്ങൾക്കറിയാം, നമ്മളാണെങ്കിലും വേറെ ഒത്തിരി ഇനിഷ്യേറ്റീവിലായിട്ട് യൂട്യൂബിലൊക്കെ കാണണ്ടാവുന്ന വിചാരിക്കുന്നു. സോ സാധാരണ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം മുമ്പ് വരെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു ഇതേപോലെ. എന്തെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ, മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ഇല്ല, ചില കാര്യങ്ങളെ പറ്റി നമ്മൾ ലൈവിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യത്തെ പറ്റി അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മുമ്പെടുത്ത ട്രേഡ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരേ കാര്യത്തെ പറ്റി ഒത്തിരി ഡൗട്ട് ചോദിച്ചാൽ, നിങ്ങളാണെങ്കിലും ഡൗട്ട് മസ്റ്റായിട്ട് ചോദിക്കണം കേട്ടോ. ലൈവ് ട്രേഡ് ചെയ്യുമ്പം എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾ ഈ ടെലിഗ്രാം ചാറ്റിൽ തന്നെ ചോദിച്ചാൽ ലൈവായിട്ട് നമ്മുടെ ടീം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരും. ചിലപ്പോൾ ഒത്തിരി മെസ്സേജുകൾ ഉണ്ടെങ്കിൽ കുറച്ച് ഡിലേ ഉണ്ടാവും. അപ്പോൾ 1-2 റിമൈൻഡർ അയക്കുക, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാനായിട്ട്. അങ്ങനെ മെസ്സേജ് അയച്ചാൽ അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടുകൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. ഒന്നുകിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ലൈവായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാം. ഇപ്പം മാർക്കറ്റ് അധികം വലിയ ഓപ്പർച്യൂണിറ്റികളില്ല. സോ നമുക്ക് ലാസ്റ്റ് ഇട്ട ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ഒന്ന് എങ്ങനെയാണ് നമ്മൾ ആ ഒരു റീഡിങ്ങിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ലൈവ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുമ്പം നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷനൊക്കെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് വ്യൂ എന്നൊക്കെ മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ വോയിസ് ഓഡിയബിൾ അല്ലേ? നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹാൻഡ് റേസ് ചെയ്താൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അലോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാവരെയും അലോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ശരിയാവില്ല, നമുക്ക് ടോപ്പിക്കിലേക്ക് വരില്ല. സോ അങ്ങനെയാണ് ഞാൻ നേരെ എങ്ങനെയാണ് ഇപ്പം ലാസ്റ്റ് നമ്മൾ ഗ്രൂപ്പിലിട്ട് OI അനാലിസിസ് ഇവാലുവേറ്റ് ചെയ്തെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. നിങ്ങൾ ജസ്റ്റ് ഹാൻഡ് റേസ് ചെയ്താൽ മതി. തൽക്കാലം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. സോ ഇപ്പം നമ്മൾ ഗ്രൂപ്പിലിട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്താണ് ഇട്ടത്? ആസ് പെർ ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റി 24,800 ഒരു റെസിസ്റ്റൻസ് ആണ്. സോ 24,800 ഫിക്സഡ് പറയാതെ 800-850 വരെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. അതുപോലെ സപ്പോർട്ട് 24,700 താഴെ 650 വരെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. ഇങ്ങനെ ഒരു മെസ്സേജാണ് ഗ്രൂപ്പിലിട്ടത്. ഇതുപോലെ മെസ്സേജുകൾ മിക്ക ദിവസവും നിങ്ങൾ വരാറുണ്ടോ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇത് വളരെ അനാലിസിസ് തന്നെ. നമ്മൾ പ്രൈസ് ആക്ഷനോ SMCയോ ഇൻഡിക്കേറ്റർ ബേസ്ഡ് ട്രേഡൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, നിങ്ങൾക്കൊരു ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ കൂടെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് OI. ഇതിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡെഡിക്കേറ്റഡ് ആയിട്ട് 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ടും കാണാം. ഫുൾ ടോപ്പിക് എടുത്ത് വെച്ചിട്ടുണ്ട് OIനെ പറ്റി. ആൻഡ് ഓപ്ഷൻ സെല്ലേഴ്സ്, ബയേഴ്സിനേക്കാളും കൂടുതൽ സെല്ലേഴ്സിന് വളരെ ഉപകാരമാണ്. ബിക്കോസ് സെല്ലേഴ്സ് എന്ത് തീരുമാനിക്കുന്ന ആൾക്കാരാണ്? എവിടെയാണ് റേഞ്ച് എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്കാരാണ്. സോ ഓപ്ഷൻ സെല്ലേഴ്സ് പറയുന്നത് ഈ എക്സ്പയറിൽ നിഫ്റ്റി ഏത് റേഞ്ച് വരെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അതായത് എക്സ്പയറി എടുക്കുന്നു, ഒരു റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒരു 300-400 പോയിന്റ് അപ്പുറത്തുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് OI നോക്കുന്നു. ഇപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞിട്ട് പോകാം. ഇപ്പോൾ ഞാനൊരു സെല്ലർ ആണെങ്കിൽ ഞാൻ സെല്ല് ചെയ്യുന്നത് ഇത് സെൻസിബിൾ ആണ്. എടുക്കേണ്ട അറിയാലോ അല്ലേ? സെൻസിബിൾ കയറിയിട്ട് OI നോക്കുക, അല്ലെങ്കിൽ ഓപ്സ്ട്രയിലൊക്കെ ഫ്രീ ആണ്. സെൻസിബിളും സെറോദ യൂസേഴ്സിനൊക്കെ ഫ്രീ ഉണ്ട്.
ഇപ്പം എനിക്കൊരു കുറച്ച് താഴെയുള്ള 24,500 ഏറ്റവും കൂടുതൽ OA. ഗ്രീൻ ആണ് പുട്ട്, റെഡ് ആണ് കോള്. റെഡ് കാണുന്നതാണ് കോൾ സൈഡിലെ ഓപ്പൺ ഇൻട്രസ്റ്റ്, ഗ്രീൻ കാണുന്നതാണ് പുട്ട് സൈഡിലെ. ആൻഡ് മറ്റൊരു കാര്യം കൂടിയും, ഓപ്പൺ ഇൻട്രസ്റ്റ് റീഡ് ചെയ്യേണ്ടത് ഒരു സെല്ലറുടെ പെർസ്പെക്റ്റീവിലാണ്. നിങ്ങളൊരു ബയ്യർ ആണെങ്കിലും നിങ്ങൾ സെല്ലറെ പോലെയാണ് ചിന്തിക്കേണ്ടത്. ഗ്രീൻ സൈഡ് പുട്ടാണ്. പുട്ട് സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടാന്ന് പറഞ്ഞാൽ സാധാരണ ബയ്യേഴ്സ് എന്താ തീരുമാനിക്കുക? പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതൽ, അപ്പോൾ താഴേക്ക് വീഴും എന്നല്ലേ? തെറ്റാ. ശരിക്കും സെല്ലറുടെ പെർസ്പെക്റ്റീവ് ചിന്തിക്കണം. പുട്ട് സൈഡ് സെല്ല് ചെയ്തിരിക്കുന്ന ആൾക്കാർ കൂടുതലാണെന്ന് അർത്ഥം. ദാറ്റ് മീൻസ് 24,500 പുട്ടിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ സെല്ലർ പറയുകയാണ് 24,500 താഴെ പോകില്ല എന്നാണ് പറയണേ. അപ്പോൾ അതിൻ്റെ മുകളിലാണ്. അപ്പം കോൾസെയിലിൽ നോക്കാം. കോൾസെയിൽ ഏറ്റവും കൂടുതൽ 24,800 പക്ഷേ നോക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ അറിയാം അറ്റ് ദ മണി 24,800 തന്നെയാണ്. അപ്പോൾ 24,800 എടുത്തിട്ട് കാര്യമില്ല, കുറച്ച് മാറ്റിയെടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഉള്ളത് 25,000 അതങ്ങനെ വരുള്ളൂ, റൗണ്ട് ഫിഗറിലേ വരുള്ളൂ. സോ 24,500 25,000 25,000 കോളുമാണ് ഏറ്റവും കൂടുതൽ സെല് ചെയ്തിരിക്കുന്നത്. അത് തന്നെ കോൾസ് ആണ് കൂടുതൽ. കണ്ടോ, ഈ പുട്സിന്റെ ലെവലിനേക്കാളും കൂടുതലാണ് കോൾസിന്റെ ലെവൽ. കോൾ സെല് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് മാർക്കറ്റിൽ കൂടുതൽ. ഇത് തന്നെയാണ് താഴെ PCR നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇവിടെ നിന്ന് റീഡ് ചെയ്യേണ്ട, PCR നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. PCR എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പുട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ കോൾ. അപ്പം അത് 1 താഴെയാണെങ്കിൽ എന്താ അർത്ഥം? പുട്ട് സെല് ചെയ്ത ആൾക്കാർ കുറവും കോൾ ചെയ്ത ആൾക്കാർ കൂടുതലായിരിക്കുമ്പോഴല്ലേ പുട്ട് ബൈ കോൾ എന്ന് പറയുമ്പോൾ കുറവ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാവും, കാരണം ഇത് പറഞ്ഞാൽ തീരില്ല. തൽക്കാലം PCR 1 താഴെയാണെങ്കിൽ ബേറിഷ്. അതിൽ തന്നെ 1 താഴെ എന്ന് പറയുമ്പോൾ 0.9 താഴെ, അല്ലെങ്കിൽ 0.8 താഴെ, അങ്ങനെ വെച്ചോ. 1 താഴേക്ക് വരുന്തോറും എന്ന് പറയാം. അത് തന്നെ നിങ്ങൾക്ക് ഒരു 0.9 0.8 താഴെ പോയി കഴിഞ്ഞാൽ ബേറിഷ് ആണ്. ഇപ്പോഴത്തെ PCR എത്രയാണ്? 0.73. ദാറ്റ് മീൻസ് ഒരു ക്ലിയർ ബേറിഷ് ആണ്. ഇനിയും പുട്ട് സെല് ചെയ്തവരാ കൂടുതലെങ്കിലോ PCRന്റെ വാല്യൂ 1 മുകളിലായിരിക്കും. അപ്പോൾ 1.1 1.2 വരെ ഒരു ന്യൂട്രൽ ആണ്. 1.2 എബോവ് ആണെങ്കിൽ ബുള്ളിഷ് ആണ്. അതായത് 1 PCR കൂടി വരുന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് വ്യൂ എന്നാണ് അർത്ഥം. സോ ഇത്തരം കാര്യങ്ങൾ വെച്ച് അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിലെ ട്രെൻഡ് എന്താണ്? PCR മാത്രം നോക്കി ട്രെൻഡ് മനസ്സിലാക്കാം. PCR കോൾ സെല്ലേഴ്സ് കൂടുതലാണ്. ദാറ്റ് മീൻസ് എന്താ അർത്ഥം? ഒരു ബേറിഷ് ആണ് എന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ റേഞ്ചും കിട്ടി. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ഈ വീക്ക് എക്സ്പയറിൽ നിഫ്റ്റി സെല് ചെയ്യേണ്ട ആളാണെങ്കിൽ ഏതായിരിക്കും സെല് ചെയ്യേണ്ടത്? 25,000 കോളും 24,500 പുട്ടുമാണ് സെല് ചെയ്യേണ്ടത്, ഒരു അയൺ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ. ഇതാണ് സെല്ലർ വ്യൂവിൽ റീഡ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ കാര്യം, ഇത് ബയ്യിങ് കമ്മ്യൂണിറ്റിയാണ്, എല്ലാവരും ചെറിയ ക്യാപിറ്റലുള്ള മെമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ബയ്യർ ഈ സാധനം റീഡ് ചെയ്യും, ഇന്ന് മാർക്കറ്റിൽ ഏത് സാധനം എടുക്കണം എന്നുള്ളത്. PCR മാത്രം നോക്കി ട്രേഡ് എടുക്കരുത്. ട്രേഡ് നമ്മളെ ടെക്നിക്കൽ അനാലിസിസ് നോക്കി എടുക്കുക. ഇത് നമുക്കൊരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇട്ടു ഇന്നത്തെ അവസ്ഥയിൽ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് 24,810 ആണ്. ഏറ്റവും നോക്കേണ്ടത് 24,800 OAയുടെ പ്രത്യേകതയാണ്. ഇന്നൊരു സിനാരിയോ ഉണ്ട്. സാധാരണ 24,800 മുകളിൽ പോയി കഴിഞ്ഞാൽ 24,800 കോൾ സെല്ലേഴ്സ് വീക്കാവും. പക്ഷെ ഇവിടെ വീക്കാവേണ്ടത് നോക്കി, ഇവിടെ വീക്കാവല്ല. 24,800 സ്റ്റിൽ കോൾ സെല്ലേഴ്സ് ആണ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിലുള്ള സെല്ലേഴ്സിൽ ഭൂരിഭാഗവും ഇപ്പോഴും പറയുന്നത് 24,800 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ കൃത്യം ഒരൊറ്റ പോയിന്റ് ലൈൻ വരയ്ക്കാതെ ഒരു ബഫർ ഇടണം. 800 മുതൽ ചെറിയ ഫേക്ക് ബ്രേക്ക് ഔട്ടൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ 800 മുതൽ 800 ഒരു 50 പോയിന്റ് മുകളിലേക്കും താഴേക്കും ബഫർ ഇടാം. സോ ദാറ്റ് മീൻസ് 24,800 സ്റ്റിൽ കോൾ OA കൂടുതലുള്ളതുകൊണ്ട് 800-നും 850-നും ഇടയിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിനെ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് 850-ലും നല്ല OA ഉണ്ട്, 900-ലും OA ഉണ്ട്. സാധാരണ റൗണ്ട് ഫിഗേഴ്സിലാണ് OA കൂടുതൽ വരേണ്ടത്. ഇവിടെ 24,900-ലേക്കാളും കൂടുതൽ OA 850-ലുണ്ട്. സോ ഈ 3 ക്യാൻഡിൽസ് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നു. ഇന്ന് കറണ്ട്ലി ഇത് ലൈവാണ് കേട്ടോ, ലൈവ് മാർക്കറ്റിൽ. കാരണം ഈ ഡേറ്റ സെൻസിബിൾ അപ്ഡേറ്റ് ആവുന്നത് 3 സെക്കൻഡോ 3 മിനിറ്റോ, ഞാൻ മറന്നുപോയി. ആ സെക്കൻഡിലുള്ള ഡേറ്റയാണ് ഞാൻ പറയുന്നത്. സോ ഇപ്പോൾ കറണ്ട് മാർക്കറ്റിലുള്ള കോൾ സെല്ലേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ് പുട്ടിനേക്കായും. അതിൽ തന്നെ 810 ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇതാണ്. ഒരു നോർമൽ 80% സിനാരിയോയിൽ 24,800 മുകളിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സാധാരണ കോൾ സെല്ലർ എന്ത് ചെയ്യും? ഇപ്പോൾ 24,800 കോൾസ് ക്ലോസ് ചെയ്ത് 900-ലേക്കും 25,000-ലേക്കും മാറ്റും അല്ലേ? ഇവിടെ ആ മാറ്റൽ നടക്കുന്നില്ല. ഇപ്പോഴും ഓരോത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോൾ സെല്ലർ എന്താ തീരുമാനിക്കുന്നത്? 24,800 850-ന്റെ മുകളിൽ പോകില്ല. അത് തെളിയിക്കാൻ ഒരു 2 എക്സാമ്പിൾ കൂടി 850-ലും 900-ലും നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഈ 3 സ്ട്രൈക്കുകളിലും 24,800 24,900 950 ഈ 3 സ്ട്രൈക്കിലും OA വ്യത്യാസം വരല്ല. അത് വിറ്റുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഈ ഏരിയയിൽ നല്ല റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി സപ്പോർട്ടിന്റെ കേസ്, ഞാൻ സപ്പോർട്ട് എന്താ പറഞ്ഞത്? 24,700. അത് നിങ്ങൾക്ക് നോക്കി അറിയാലോ. 24,800 ശരിക്കും സപ്പോർട്ട് ബിൽഡ് ചെയ്ത് വരേണ്ടതാണ്, പക്ഷെ കൂടുന്നില്ല, തൊട്ട് താഴെയില്ല. പിന്നെയുള്ള സപ്പോർട്ട് 24,700 ആണ്. അപ്പോൾ ഇനിയും സപ്പോർട്ട് എവിടെ വരാൻ ചാൻസ് ഉണ്ട്? 700 ഒരു 50 പോയിന്റ് താഴേക്ക് കൂടി ഇറക്കി വെക്കണം, ഒരു ബഫർ. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിലിട്ടത് 24,700 650 ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം. ഇങ്ങനെയാണ് നീ ഡേറ്റ റീഡ് ചെയ്യേണ്ടത്. എപ്പോഴും അറ്റ് ദ മണി നോക്കുക. അറ്റ് ദ മണിയോട് തൊട്ടടുത്ത് മുകളിൽ കിടക്കുന്ന കോൾ സൈഡിൽ എവിടെയാണ് കൂടുതൽ നോക്കുക, പുട്ട് സൈഡിൽ എവിടെയാണ് കൂടുതൽ നോക്കുക.
അങ്ങനെ നിങ്ങൾക്കൊരു റേഞ്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥയിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 24,850 800-850 സോണും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് 24,700-650 സോണാണ്. ഇനി 1-2 കാര്യം കൂടി പറയാനുണ്ട്. കാരണം ഇപ്പോഴും മാർക്കറ്റ് വലിയ മൂവ്മെന്റ് ഇല്ല. നിഫ്റ്റിയുടെ കേസ് നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 3 മിനിറ്റ്സ് ചാർട്ടാണ്, ഇങ്ങനെയാണ് നിൽക്കുവാണ്. നമ്മൾ പറയുന്നത് പോലെ തന്നെ നോക്കി 800-850 അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. യെസ്, ഇവിടെ നിങ്ങൾക്ക് ഒരു സോൺ കാണാം. 800-850 എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മാനുവൽ സോൺ വരയ്ക്കാം. 24,800-850 ഇതാണ് ആ സോൺ. ടെക്നിക്കൽ അനാലിസിസ് പ്രകാരവും OAനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡേറ്റയാണ് വന്നിട്ടുള്ളത്. ഈ സോൺ അല്ലെങ്കിൽ ഈ തൊട്ടു മുങ്ങിട്ടുള്ള സ്വിംഗ്, ഈ കണ്ട ഇടയ്ക്കുള്ള റെഡ് ലൈൻ, ഇതിന്റെ മുകളിലായിരിക്കും ഈ വ്യൂ മാറുള്ളൂ. ഇതിന്റെ താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ OAയിൽ വലിയ മാറ്റം ഞാൻ പ്രതീക്ഷിക്കില്ല. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇന്ന് ലൈവ് മാർക്കറ്റിൽ നിഫ്റ്റി ബുള്ളിഷ് ആവണമെങ്കിൽ ആസ് ഓഫ് നോ PCR ഒക്കെ പ്രകാരം ബെയറിഷ് ആണ്. ബുള്ളിഷ് ആവണമെങ്കിൽ ഈ സോൺ ബ്രേക്ക് ചെയ്യണം. തൊട്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഈ റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ OA ഫിക്സഡ് അല്ല, അപ്പോൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ലൈവ് കോൾ സെല്ലേഴ്സ്, ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു അടിപൊളി സംഭവം അത്. അപ്പോൾ കോൾ സെല്ലേഴ്സ് ഈ പറയുന്ന 24,800 സെല് ചെയ്തിരിക്കുന്ന കോൾസ് ഒക്കെ പതുക്കെ സ്ക്വയർ ഓഫ് ചെയ്തിട്ട് അടുത്തടുത്ത ലെഗുകളിലേക്ക് മാറ്റും. 24,850 പിന്നെ മാറ്റില്ല, 900 മാറ്റുള്ളൂ. സോ ഈ കാര്യം സംഭവിച്ചാൽ മാർക്കറ്റിൽ ഈ പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പതുക്കെ 24,800 കോൾ സെല്ലേഴ്സ് പൊസിഷൻ ക്ലോസ് ചെയ്ത് അടുത്ത 24,900 25,000 ബിൽഡ് ചെയ്ത് കൂട്ടുന്നത് കാണാം. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസും നമുക്കത് പറഞ്ഞു തന്നു. ഇനി കുറച്ച് കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. OA ചേഞ്ച്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചേഞ്ച് മനസ്സിലാക്കണം, കറൻലി എന്താണ് ചേഞ്ച് എന്ന്. അവിടെ നോക്കുമ്പോഴും സെയിം പിക്ചർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 24,800 തന്നെ കോളിൽ തന്നെയാണ് ചേഞ്ച് കൂടുതൽ. അപ്പോൾ എന്താ അർത്ഥം? വളരെ ശ്രദ്ധിക്കുക, ഈ സിനാരിയോ ആണ്. 24,800 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അല്ലേ, ഈ ലെവലാണ്. മാർക്കറ്റ് ഇതിന് മുകളിൽ പോയി, 11 പോയിന്റോളം മുകളിൽ പോയി. ഹോൾസെല്ലറിനെയൊക്കെ സംബന്ധിച്ച് ആലോചിക്കണം. ഹോൾസെല്ലർ ആകെ അവന് കിട്ടുന്നത് 5-10 രൂപയെ കിട്ടണുള്ളൂ. അപ്പോഴാണ് അവന്റെ പോർട്ട്ഫോളിയോ 15 പോയിന്റ് മുകളിലേക്ക് പോയി. ദാറ്റ് മീൻസ് അവൻ 15 പോയിന്റ് ലോസ് വന്ന് നിൽക്കുകയാണ്. ഒരു 24,800 സെല്ല് ചെയ്തിരിക്കുന്ന ഒരാള് നോർമലി ഒരു 7-8 രൂപ ലോസിലായിരിക്കും അവന്റെ സെല്ല് ലെഗ് ഉള്ളത്. 7-8 രൂപ ലോസ് ഉള്ളിട്ടും അവരെ സ്ക്വയർ ഓഫ് ചെയ്യുന്നില്ല. എന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, നമ്മളെ പോലെ ഉള്ളവരല്ല. നമ്മളൊക്കെ വിചാരിക്കും 8 രൂപയല്ലേ, അത് പോവാണി പോട്ടെ. ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ല് ചെയ്യുന്നത് 100 കോടി 1000 കോടിക്കൊക്കെയാ. അതിൽ 8 രൂപ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഊഹിച്ചാൽ മതി. അങ്ങനെ ലോസിൽ വന്നിട്ട് പോലും അവൻ അവിടുത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 24,800 കൂടുതൽ സെല്ല് ചെയ്തുകൊണ്ട്. അതാണ് കറണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റും ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റും തമ്മിൽ വ്യത്യാസം. ചേഞ്ച് കൂടുതൽ 24,800 അർത്ഥം. അത് മീൻസ് 24,800 അവർ പുതിയ പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് മനസ്സിലാക്കണം? FIIs അല്ലെങ്കിൽ DIs ഇൻസ്റ്റിറ്റ്യൂഷൻസ് 24,800 ബ്രേക്ക് ചെയ്യാൻ അവർക്ക് ഇപ്പോഴും മനസ്സ് വരുന്നില്ല. സ്റ്റിൽ അവരുടെ വ്യൂ സെയിം തന്നെയാണ്. സെയിം 24,850 നല്ല രീതിയിൽ ബിൽഡപ്പ് ഉണ്ട്. OA ബിൽഡപ്പ് നോക്കി, കോൾ സൈഡിൽ നല്ല രീതിയിൽ OA ബിൽഡപ്പ് ഉണ്ട്. 24,900 ബിൽഡപ്പ് ഉണ്ട്. സോ കറണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റിനെ നിലവിൽ നിൽക്കുന്ന പൊസിഷൻസിന്റെ ഡേറ്റ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റും നമുക്ക് കഥ പറഞ്ഞു തരുന്നത്. ഈ പറയുന്ന സ്ട്രൈക്കുകളിൽ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടി വരുന്നു. ഇനി അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാം, മൾട്ടി സ്ട്രൈക്ക് OA. ഇതൊക്കെ നിങ്ങൾ എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന അറിയില്ല, എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മൾട്ടി സ്ട്രൈക്ക് OA എന്ന് പറഞ്ഞാൽ പ്രൈസ് വേഴ്സസ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചു തരുന്ന സാധനമാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ട്രൈക്കുകൾ കാണാം. നിങ്ങൾക്ക് വേണ്ട സ്ട്രൈക്ക് മാത്രം സെലക്ട് ചെയ്താൽ മതി. നമ്മൾ ഇന്ന് പറഞ്ഞ ലെവൽ ഏതൊക്കെയാണ്? 24,800 24,700 അല്ലേ, ആ രണ്ടിന്റെ മാത്രം കൊടുക്കാം. കണ്ടിക്ക് 24,800 കോളും 24,700 പുട്ടും. യെസ്, നിങ്ങൾക്ക് ലൈൻ വന്നായിട്ട് കാണാം. ഇവിടെ 3 ലൈൻ നിങ്ങൾക്ക് കാണാം. ഒന്ന് ബ്ലാക്ക് ലൈൻ പ്രൈസിന്റെ ലൈനാണ്. നിഫ്റ്റി എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നാണ് ബ്ലാക്ക് ലൈൻ കാണിച്ചിരുന്നത്, ശരിയല്ലേ? നിഫ്റ്റി രാവിലെ നല്ല ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഇപ്പോൾ സൈഡ് വേസ് ആണ്. അപ്പൊ നിഫ്റ്റിയുടെ പ്രൈസിന്റെ മൂവ്മെന്റ് ആണ് ഈ കാണുന്നത്. ഇനി ഈ ഗ്രീൻ കാണുന്നതാണ് പുട്ട്, റെഡ് കാണുന്നതാണ് കോള്. ഇതാ നോക്കി, നിങ്ങൾ റെഡ് നോക്കി, നിങ്ങൾ രാവിലെ ഓപ്പൺ ചെയ്തതിനു ശേഷം റെഡിന്റെ ലൈനിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ നോക്കി. ഒരു ഡിപ്പ് കാണുന്നുണ്ടോ? ഇല്ല. കോൾ സെല്ലേഴ്സ് സ്റ്റിൽ പൊസിഷൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിവിടെ പൊസിഷൻസ് സെല് ചെയ്ത കോള് സ്ക്വയർ ഓഫ് ചെയ്യണ്ടെങ്കിൽ ഈ റെഡ് ലൈൻ നേരെ കുത്തനെ താഴേക്ക് വീഴും. മുമ്പ് പാസ്റ്റ് ചാർട്ടിൽ കിട്ടുമെന്ന് നോക്കട്ടെ. പാസ്റ്റ് ചാർട്ട് കിട്ടില്ല, 50 മിനിറ്റ് ചാർട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാം. കണ്ടോ, പലപ്പോഴും ഈ ഗ്രീൻ ലൈനൊക്കെ ഡിപ്പ് ചെയ്യുന്ന കണ്ടില്ലേ? ഇവിടെ അപ്പ് ചെയ്യുന്നുണ്ട്, ഡിപ്പ് ചെയ്യുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. ആ സിനാരിയോ ഇപ്പൊ ഇല്ല മാർക്കറ്റിൽ. ഇതാണ് മൾട്ടി സ്ട്രൈക്ക് OA എടുത്ത നല്ല ഗുണം. അതേപോലെ തന്നെ പുട്ടും നോക്കിയേ, പുട്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീനും പുട്ട് സൈഡും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുട്ട് കൂടുന്നത് പോലെയാണോ റെഡ് കൂടുന്നത്? അല്ല. പുട്ട് സെല്ലേഴ്സ് ഇവിടെ പതുക്കെ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചെരിഞ്ഞ പോണേ. പക്ഷെ കോൾ സെല്ലേഴ്സ് കുത്തനെ പോവാണ്, കണ്ടില്ലേ? കുത്തനെ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും കൂടി കിട്ടുമ്പോൾ എന്ത് മനസ്സിലാക്കാം? പ്യുവർലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ വെച്ചിട്ട് മാർക്കറ്റിൽ കോൾ സെല്ലേഴ്സ് സ്ട്രോങ് ആണ്. അവർ പറയുന്നത് ഈ ലെവലുകൾ 24,800 ബ്രേക്ക് ചെയ്യില്ല, 850 ബ്രേക്ക് ചെയ്യില്ല, 900 അറ്റ കൈക്കും ബ്രേക്ക് ചെയ്യില്ല എന്നാണ് ഇപ്പൊ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഓഫ് നോ. അപ്പം മാർക്കറ്റ് വ്യൂ എന്താണ്? ബെയറിഷ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. നിങ്ങളുടെ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇപ്പോൾ പ്രൈസ് ആക്ഷൻ മാത്രം ലെവൽ എടുക്കാം. ഇത് കളയാം. പ്രൈസ് ആക്ഷൻ ലെവൽ ഇതാണ്.
ഈ ഒരു ലെവലിലേക്ക് വന്നാൽ ഇങ്ങനെ തിരിച്ചു വരും എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാം, ചെറിയ ട്രേഡ്. ഈ ലെവലിൽ വന്നാൽ ഇവിടെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും, പ്ലോട്ട് ചെയ്യാം. ഇവിടുത്തെ റിയാക്ഷൻ നോക്കിയിട്ടാണ് കേട്ടോ, ഇവിടുത്തെ റിയാക്ഷൻ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ട്രേഡ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇനി ഇവിടെ ബ്രേക്ക് ചെയ്തു, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വീണ്ടും ഓപ്പൺ ഇൻട്രസ്റ്റ് റീഡ് ചെയ്യുക. ഇന്ന് വേണമെങ്കിൽ പഠിക്കാനുള്ള ഒരു ദിവസമായിട്ട് എടുത്തോ. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി, ദാറ്റ് മീൻസ് നിഫ്റ്റി 24,850 മുകളിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ പറയുന്ന സാധനം സ്ക്വയർ ഓഫ് ചെയ്ത് 24,900 മുവ് ചെയ്യും. അപ്പോൾ അവരുടെ വ്യൂ മാറ്റി, റെസിസ്റ്റൻസ് മാറ്റി, ഒപ്പം ഇവിടെ സപ്പോർട്ട് ആക്കി. അപ്പോൾ ഈ ഗ്രീൻ കൂടും, 24,800 ഗ്രീൻ ബിൽഡപ്പ് ആവും. ദാറ്റ് മീൻസ് 24,800 ഇനി എന്ത് മാറും? പ്രൈസ് ആക്ഷൻ എന്താ പറഞ്ഞിരുന്നത്? റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് എന്തായി മാറും? സപ്പോർട്ടായി മാറും. സോ ഈ സോൺ എന്തായി മാറും? ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് മാർക്കറ്റ് ഇത് എടുത്തു പോയി, SL അടിച്ച് എടുത്തു പോയി കഴിഞ്ഞാൽ ഇനി ഈ സോണിൽ വന്നിട്ട് തിരിച്ചു പോകും. അതാണ് സപ്പോർട്ട് പറഞ്ഞിരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ രണ്ട് മാർക്ക് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ ചിലപ്പോൾ എടുക്കില്ല, കാരണം നമ്മൾ ബ്രേക്ക് ഔട്ടാണ് കൂടുതൽ എടുക്കാറ്. മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കാൻ വേണ്ടി ബ്രേക്ക് ഔട്ടാണ് നമ്മൾ ചെറിയ SL വെച്ച് ഒരു ഡിസിപ്ലിനിൽ ട്രേഡ് ചെയ്യുന്നതാണ്. സ്റ്റിൽ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ സ്പ്രെഡ് കൊടുക്കാം. നിങ്ങൾ നേക്കഡ് ബൈ ചെയ്യേണ്ട, ഒരു സ്പ്രെഡ് എടുത്തോ. നമ്മൾ ഗ്രൂപ്പുകൾ സ്പ്രെഡ് ഇടാറുണ്ടല്ലോ. ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്നത്തെ ഗ്രീൻ ലൈൻ ആയിട്ടുള്ള ലെവലോ അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഹൈയോ സെല് ചെയ്യുക. 24,900 കോള് സെല് ചെയ്യുക. 25,000 25,100 കോള് ബൈ ചെയ്യുക. നിങ്ങൾക്ക് ഈസിലി ഒരു 3% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. 3% ഒക്കെ നിങ്ങൾക്ക് മതിയെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരമുള്ള ഡേ ഡേറ്റ. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡേ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ താഴെയുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നുകൂടി ബ്രേക്ക് ചെയ്യാൻ നിൽക്കട്ടെ. ബിക്കോസ് ഇന്നലെയൊക്കെ സംഭവിച്ച പോലെ മാർക്കറ്റ് ഇങ്ങനെ നിന്നാലോ, അപ്പോൾ ബയ്യേഴ്സായി നമുക്ക് പൈസ കിട്ടുമോ? ഇല്ല. അത് ഇങ്ങനെ നിൽക്കോ ഇല്ലയോ എന്ന് അറിയില്ലാത്തത് കൊണ്ടാണ്. കാരണം ഇപ്പോൾ OA വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കോ ഇല്ലയോ എന്ന് പറഞ്ഞില്ല, കാരണം കോൾ സെല്ലറാണ് പറഞ്ഞിരുന്നത് ഈ സോൺ ബ്രേക്ക് ചെയ്യില്ല എന്ന്. അപ്പോൾ അവനക്ക് താഴേക്ക് വരുന്ന ആഗ്രഹമില്ല. ഈ ലെവലിന്റെ താഴെ നിന്നാൽ മതി. ഏത് ലെവലിന്റെ? ഇന്നത്തെ ഈ പറയുന്ന സോണിന്റെ 24, ഈ സോണിന്റെ താഴെ നിന്നാൽ മതി. കോൾ സെല്ലേഴ്സിന് അവർക്ക് കാശ് കിട്ടും. പക്ഷെ നമ്മൾ ബയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ നിന്ന കാശ് കിട്ടില്ല. നമുക്ക് എപ്പോഴാണ് കാശ് കിട്ടുള്ളൂ? നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വീണാലാണ് ഒരു പുട്ട് ബൈ ചെയ്ത് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പം നമുക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് ഔട്ട് നമുക്ക് എടുക്കാം. അതും പറ്റിയില്ലെങ്കിൽ ഈ ലെവലിലേക്ക് വീണ്ടും ഒരു റീടെസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾക്കൊരു എൻട്രി കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹീറോ സീറോ നോക്കാം. ഇവിടെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ ഫോളോ വന്നാൽ കേട്ടോ, ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഫോളോ വന്നാൽ ഇവിടെ ആയിരിക്കും ഒരു ബെസ്റ്റ് ഹീറോ സീറോന്റെ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, OA വെച്ചിട്ടും മറ്റ് അനാലിസിസ് വെച്ചിട്ടും ട്രേഡ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കണം, ചേഞ്ചിന് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കണം, പിന്നെ മൾട്ടി സ്ട്രൈക്ക് OA നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോളോ പുട്ടോ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ദിവസവും അനലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വെറുതെ ഞങ്ങൾ ഇടുന്ന ട്രേഡ് 2,500 പേരുണ്ട് ഈ ഗ്രൂപ്പിൽ, നമ്മുടെ ഒപ്പം ലൈവ് ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. ഞങ്ങളിത് വെറുതെ നിങ്ങൾക്ക് ഇടുന്നതല്ല, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ കോമൺ ചോദിക്കുന്ന കാര്യങ്ങൾ ഡൗട്ട് വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം. ഒരു പ്രശ്നമില്ല, പൈസ ഒന്നും തരണ്ടല്ലോ. പണ്ട് നമ്മൾ പൈസ മേടിച്ചിട്ടാണ് ഈ ഗ്രൂപ്പിൽ ആളെ ചേർക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ 1 രൂപ പോലും മേടിക്കാറില്ല. നമ്മുടെ ക്ലയന്റ് ആണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ പഠിക്കണമെങ്കിൽ നമ്മുടെ കഫേയിൽ വന്നിരിക്കാം, ഓൺലൈൻ ബാച്ചുകൾ അറ്റൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ കൊച്ചിയിലേക്ക് പുതിയ കഫേ അവിടെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ വന്നിരുന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ അനലൈസ് ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. നിങ്ങൾ ഒരു 10 ദിവസം അനലൈസ് ചെയ്താൽ 15ാമത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീ കിട്ടുമ്പോൾ നേരെ OA അനാലിസിസ് എടുക്കാൻ തോന്നും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ 10 മണിയൊക്കെ ആകുമ്പോഴാണ് OA അനാലിസിസ് ഇടുന്നത്. കാരണം തുടക്കത്തിൽ ഓപ്പണിംഗ് പ്രൈസ് മൂവ്മെന്റ് ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ആകുമ്പോൾ നമുക്ക് സമയം കിട്ടും. നേരെ OA എടുത്തിട്ട് അതിന്റെ മൂവ്മെന്റുകൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ക്ലിയർ പിക്ചർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളുടെ ഗ്രൂപ്പുകളിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബിസിയാണ്, ഞങ്ങൾ ട്രേഡിംഗ് വളരെ കുറവാണ്, സിസ്റ്റമാണ് ഫുൾ ട്രേഡ് ചെയ്യുന്നത്. ഓപ്ഷൻ ബൈ ചെയ്യാൻ ഇതുപോലെ ലൈവിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ ലൈവ് ഓപ്ഷൻ ചെയ്യുള്ളൂ. എല്ലാ സമയം ഓപ്ഷൻ സെല്ലിങ്ങും സ്വിംഗ് ട്രേഡൊക്കെ ഞങ്ങൾ ഓൾറെഡി ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്രൂപ്പിൽ 2,500 പേരുണ്ട്. ഒരു 300 മുതൽ 500 പേരാണ് ആക്റ്റീവ് ട്രേഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി 2,000 പേരും എന്തോ കഥ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഓഫീസിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. എന്തോ മെസ്സേജ് ഒന്നല്ലോ, ഹീറോ സീറോ 100 പോയിന്റ് കിട്ടി, ഇന്ന് എടുക്കാറുന്നു, അങ്ങനെ ഒരു ചിന്തയിലായിരിക്കും ഒരു 80% ആൾക്കാർ. സോ അങ്ങനെയുള്ളവർക്ക് സമയമില്ലെങ്കിൽ നമ്മളുടെ കോപ്പി ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കോപ്പി ട്രേഡുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളുടെ ഓപ്ഷൻ ഗ്രൂപ്പാണ്, ഓപ്ഷൻ സെല്ലിംഗ് ഗ്രൂപ്പാണ്. ഒരു 3 lakhs അക്കൗണ്ടാണ്. വെറും 3 ലക്ഷം കേട്ടോ. 3 ലക്ഷം തൊട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാം. 3 ലക്ഷത്തിന്റെ അക്കൗണ്ടാണ്. അത് തന്നെ സ്റ്റോക്ക് മേടിച്ചിട്ടേക്കാണ്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ ഒരു 3 lakhsന്റെ അക്കൗണ്ടാണ്. നിങ്ങൾക്ക് കാണാം, കറണ്ട് വാല്യൂ 3 lakhs. അത് തന്നെ നല്ല സ്റ്റോക്ക് മേടിച്ചേക്കാണ്. എത്ര രൂപയാന്ന് നോക്കിയേ, 3 ലക്ഷത്തിന് 14 രൂപ. ഇത് 5 ദിവസം കണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട്. 3 lakhsന്റെ പോർട്ട്ഫോളിയോ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒറ്റ അക്കൗണ്ട് അല്ല, ഞാൻ 15ഓളം അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. 3 ലക്ഷത്തിന്റെ അക്കൗണ്ട്, 10 ലക്ഷത്തിന്റെ അക്കൗണ്ട്, 15 ലക്ഷത്തിന്റെ അക്കൗണ്ട്, അങ്ങനെ പല പല കാറ്റഗറിയിലാണ്. അത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ടുകളുണ്ട്, സെല്ലിംഗ് ചെയ്യുന്ന അക്കൗണ്ട് ഉണ്ട്. ഇത് എൻ്റെ 3 lakhsന്റെ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഇതിൽ നിങ്ങൾക്കറിയാം, അത് ഞാൻ നേക്കഡ് സെല്ല് ചെയ്യല്ല. ICICI ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ടാറ്റ പവർ, ഇതുപോലത്തെ ടാറ്റ സ്റ്റീൽ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ടാറ്റ സ്റ്റീൽ കൂടി ഉണ്ട്. അത് മേടിച്ചിട്ടേക്കാണ്. ആ പോർട്ട്ഫോളിയോ ഓൾമോസ്റ്റ് 15,000 rupees പ്രോഫിറ്റ് റണ്ണിംഗ് ആണ്. ഇത് ഞാൻ എടുക്കുന്ന ട്രേഡ് അല്ല, അത് സിസ്റ്റം തന്നെ എടുക്കുന്നതാണ്. ഇങ്ങനെ ഇതുപോലെ സ്റ്റോക്ക് മേടിക്കും. ഇനി ഈ സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്ത് പുതിയൊരു പൈസയും കണ്ടുപിടിക്കേണ്ട, ഈ നിലവിലെ സ്റ്റോക്കുകൾ മാത്രം പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു.
ഇപ്പോൾ സെൻസെക്സിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഇന്ന് നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും ചെയ്തിട്ടുണ്ട്. ഇത് നിഫ്റ്റിയാണ് കാണുന്നത്, നിങ്ങൾക്ക് കാണാം. നിഫ്റ്റിയുടെ 2 ലോട്ട് വെച്ചൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇന്ന് മൊത്തം 705 രൂപ പ്രോഫിറ്റിലാണ്. ഇത് ഞാൻ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഇത് എടുക്കുന്നതും സെല്ല് ചെയ്യുന്നതും ഞാനല്ല, സിസ്റ്റമാണ്. സോ ഇത് നമ്മുടെ ഓപ്ഷൻ സെല്ലിംഗ് ഇതാണ്. ഓപ്ഷൻ ബൈയിങ് കോപ്പി ട്രേഡ് ഇല്ല കേട്ടോ, കാരണം അത് പറ്റില്ല. ഇതുപോലെ പ്രൈസ് മൂവ്മെന്റും ലൈവ് മാർക്കറ്റിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്നത് ഞാൻ പണ്ട് തൊട്ട് പറഞ്ഞിട്ടുണ്ട്. 100 കൈയും 1000 കണ്ണും വേണം, അപ്പോഴാണ് ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആരെങ്കിലും ഗസ്റ്റ് വന്നാലോ പുറത്തേക്കൊക്കെ പോകണമെങ്കിലോ പൊസിഷൻ ക്ലോസ് ചെയ്തിട്ട് വേണം പോകാൻ, അല്ലാത്തവർ പോകരുത്. മസ്റ്റ് ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ ഫുൾ മാർക്കറ്റിൽ വേണം, കണ്ണ് തെറ്റാൻ പാടില്ല. ഞാനൊരു ഡ്രൈവറുടെ കഥ പണ്ട് പറഞ്ഞു നോക്കണ്ട. ഡ്രൈവർ മറ്റേ ടിപ്പർ ഓടിക്കുന്ന ഒരാളായിരുന്നു. ആരോ ഇടയ്ക്ക് വഴി ചോദിച്ചാണ് പുള്ളി. വഴി ചോദിച്ച് തിരിച്ചു നോക്കിയപ്പോൾ പുള്ളിയുടെ പൊസിഷൻ എവിടെ ഉണ്ടായിരുന്നത്, അത് ഭീമമായ നഷ്ടത്തിൽ പോയി. ഇതാണ് ഓപ്ഷൻ ബൈയിങ്ങിന്റെ പ്രത്യേകത. നല്ല സ്കില്ല് വേണം, നോക്കിയിരുന്നാൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. സെല്ലേഴ്സ് ഒക്കെ ബോറിംഗ് ആണ്. ബൈയിങ് പോലെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം മാർക്കറ്റിൽ വേറെ ഇല്ല. പക്ഷേ അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിസ്ക്കും ഉണ്ട്. നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യണം. നമ്മുടെ 3 റൂൾസ് ഫോളോ ചെയ്ത് മാത്രം ചെയ്യാം. സോ ഇങ്ങനെ നിങ്ങൾക്ക് കോപ്പി ട്രേഡിൽ ഓപ്ഷൻ സെല്ല് ചെയ്യാം. മിനിമം ക്യാപിറ്റൽ 1.2 lakhs പറയുന്നുള്ളൂ. 1,20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്യാം. 1 രൂപ പോലും തരണ്ട, ആബ്സല്യൂട്ട്ലി ഫ്രീ. ഞങ്ങളുടെ റെഫറൽ അക്കൗണ്ട് ആയാൽ മതി. എയ്തർ ആലിസ് ബ്ലൂ, അല്ലെങ്കിൽ IIFL, അല്ലെങ്കിൽ ICICI. ഈ 3 തൽക്കാലം ഞങ്ങൾ എടുക്കുന്നുള്ളൂ. കാരണം API നല്ലതായിരിക്കണം. നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതല്ല, എൻ്റെ എടുക്കുന്ന ട്രേഡ് നിങ്ങളുടെ കോപ്പി ആവുന്നതാണ്. അപ്പോൾ നല്ല API ഉണ്ടെങ്കിലാണ് ഫാസ്റ്റ് ആയിട്ട് കോപ്പിങ് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ടെക്നിക്കൽ ഇഷ്യൂ കുറവുള്ള ഈ 3 ബ്രോക്കേഴ്സാണ് നിലവിലെടുക്കുന്നത്. ഏഞ്ചലും ഉണ്ട് കേട്ടോ. ഏഞ്ചൽ, ആലിസ് ബ്ലൂ, IIFL, ICICI. ഇതിൽ ഏതെങ്കിലും ബ്രോക്കേഴ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഓപ്ഷൻസ് അല്ലാത്തൊരു കാര്യം പോകട്ടെ, സ്വിംഗ് കോപ്പി ട്രേഡ് ഉണ്ട്, കാണിച്ചു തരണോ? ഇതെന്റെ ICICIയുടെ സ്വിംഗിന്റെ പോർട്ട്ഫോളിയോ ആണ്. 10 lakhs ഉണ്ട്. നിങ്ങൾക്ക് മുകളിൽ കാണാം 10 lakhs. ഇത് സ്വിംഗ് ആണ്. ഇതിൽ റിസ്ക് ഒന്നുമില്ല, ഓപ്ഷൻ ഒന്നുമില്ല. ഈ 10 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 15ഓളം സ്റ്റോക്കുകൾ നമ്മൾ അങ്ങനെ ക്യാപ്പ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 1 ലക്ഷം തൊട്ട് സ്വിംഗിൽ ജോയിൻ ചെയ്യാം. 1 lakh ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്വിംഗിൽ ജോയിൻ ചെയ്യാം. 1 ലക്ഷമുള്ള ഒരാളെ സംബന്ധിച്ച് 15 സ്റ്റോക്കിലായിരിക്കും അവന്റെ 1 ലക്ഷം രൂപ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത്. ദെൻ ഒരു 5 to 6% പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഓരോ സ്റ്റോക്കും ബുക്ക് ചെയ്യും, അടുത്ത സ്റ്റോക്ക് മേടിക്കും. അതുകൊണ്ട് ഇത് ലോസ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആവറേജ് ചെയ്യും. അപ്പോൾ ഇവിടെ ലോസിന്റെ കാര്യമില്ല. സ്വിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം എപ്പോഴാണോ ലാഭം വരുന്നത് അപ്പോൾ കൊടുത്താൽ മതി. ചില സ്റ്റോക്ക് നമ്മൾ ചിലപ്പം ബുക്ക് ചെയ്ത് വേറെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ വേറെ സ്റ്റോക്കിലേക്ക് മാറ്റും. ഈ രീതിയിലാണ് സ്വിംഗ് വർക്ക് ചെയ്യുക. മിനിമം ക്യാപിറ്റൽ 1 ലക്ഷം രൂപ മതി. അതിനും ചാർജും ഫീസും ഒന്നുമില്ല കേട്ടോ, ആബ്സല്യൂട്ട്ലി ഫ്രീ. ഈ പറയുന്ന ഡിമാറ്റുകളിൽ ഏതെങ്കിലും ഒരു ഡിമാറ്റ് ഉണ്ടായിരുന്നാൽ മതി. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഈ രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു 15 സ്റ്റോക്കിലായിരിക്കും നമ്മൾ ബൈ ചെയ്യുന്നത്. അത് തന്നെ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. നിങ്ങളും ഞാനും ഒന്നും സിസ്റ്റത്തിന് മുമ്പിൽ ആവശ്യമില്ല, സിസ്റ്റം തന്നെ ട്രേഡ് ചെയ്തോളൂ. അങ്ങനെ ഒരു സിസ്റ്റമാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. തിരക്കുള്ളവർക്ക് ഇതിൽ ഡിപ്ലോയ് തരാം. എന്തായാലും പറഞ്ഞപ്പോൾ ഈ കാര്യം കൂടി പറഞ്ഞു എന്ന് മാത്രം. സോ ഈ 2 രീതിയിലുള്ള കോപ്പി ട്രേഡിംഗ് ഉണ്ട്. ഒന്ന് സ്വിംഗ് ട്രേഡ്, അത് ഓപ്ഷൻസ് ഇല്ല. ഇനി ഓപ്ഷൻസ് ചെയ്യണമെങ്കിൽ അതും ഞാൻ പറഞ്ഞു, ഓപ്ഷൻസ് മാത്രമല്ല ലോങ് ടൈം സ്റ്റോക്ക്. നിങ്ങൾ കണ്ടതാണ് ടാറ്റ സ്റ്റീൽ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലുള്ള സ്റ്റോക്കിൽ നിന്ന് ഓൾറെഡി എനിക്ക് കിട്ടി എത്ര ശതമാനം, 10%ഓളം പ്രോഫിറ്റ് റണ്ണിംഗ് ആണ്. അത് ചിലപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തന്നെ ടാർഗറ്റ് 100 ചില്ലാനാണ്. 23 രൂപയ്ക്ക് മേടിച്ചാണ് ഇപ്പോൾ റീസെന്റ്. മിനിങ്ങാന്ന് മേടിച്ചാണ് 23 രൂപയ്ക്ക്. ടാർഗറ്റ് 100 ചില്ലാനാണ്. അപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ എത്ര കൂടുന്നു നോക്കിയേ. എൻ്റെ 3 lakhs പോർട്ട്ഫോളിയോ 10-12 lakhs ആവും. അയ്യോ, ബിഗ് റിട്ടേൺസ് ഒന്നും വഴി തെറ്റിക്കുന്നതല്ല, നടക്കാം. ടാറ്റ സ്റ്റീൽ 130 രൂപയ്ക്കേ ഉള്ളൂ. എൻ്റെ ടാർഗറ്റ് 900-ന് മുകളിലാണ്. അപ്പോൾ ടാറ്റ സ്റ്റീലിൽ എൻ്റെ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്ര രൂപയാവും ആലോചിച്ച് നോക്കി. 1 കോടി രൂപയാവും. ഇത് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ വിശ്വാസം കൊണ്ട് ബിൽഡ് ചെയ്യുന്ന തോന്നുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അടിപൊളി പ്രോഡക്റ്റ്. നിങ്ങളുടെ കയ്യിലുള്ള നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക, അത് പ്ലെഡ്ജ് ചെയ്ത് ഓപ്ഷൻ സെല്ല് ചെയ്യുക. അപ്പോൾ ഒരു പാസീവ് ഇൻകം കിട്ടും. ഒരു മാസം 3% കിട്ടിയാൽ മതി. 10 ലക്ഷം രൂപയുടെ 3% എത്രയാണ്? 30,000 രൂപ. അത് നമുക്കൊരു വിഡ്രോവബിൾ ഇൻകം ആണ്. എല്ലാ മാസവും ആ പൈസ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിലാണ് ഞാൻ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ട്രേഡ് ചെയ്യുന്നതല്ല, എൻ്റെ സിസ്റ്റം ട്രേഡ് ചെയ്യുന്നതാണ്. ഓൾറെഡി എൻ്റെ സിസ്റ്റം അവനെ ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാം. വേറെ അഡീഷണൽ ഫീസോ ചാർജോ ഒന്നുമില്ല. സോ ഇതാണ്, ഇതിൻ്റെ പുറത്താണ് ഞങ്ങളിപ്പം കുറച്ച് നാളുകളായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ ലൈവ് ഒന്നും കാണാത്തല്ല. ഈ ഗ്രൂപ്പൊക്കെ നമ്മൾ എപ്പോഴും ലൈവ് ചെയ്തുകൊണ്ടിരുന്നതാണ്. എല്ലാവരും മാക്സിമം എന്താ പറയുക, ഡിസിപ്ലിൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. ഓപ്ഷൻ ബൈയിങ് ആണ്. നിങ്ങൾ കറക്റ്റ് 1-2 ട്രേഡ് എടുത്താൽ മതി ഒരു ദിവസം. അത് പ്രോപ്പർ അനാലിസിസ് ചെയ്തെടുക്കുക. അതിൽ ഈ മൾട്ടിപ്പിൾ ട്രേഡ് എടുത്തോ, സ്കാൽപ്പിംഗ് പോലെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ യൂട്ടിലൈസേഷനും റിസ്ക്കും ഒക്കെ അറ്റ് എ ടൈം 1-2 പൊസിഷനിൽ കൂടുതൽ കയ്യിൽ വെക്കേണ്ട. പിന്നെ ഒരു ദിവസം 1-2 SL ആയി കഴിഞ്ഞാൽ നിർത്ത്. പിന്നെ ഒരു ബിഗ് പ്രോഫിറ്റ് കിട്ടി, അതൊക്കെ ഒരു കോമൺ കാര്യമാണ്. ഒരു ദിവസം ഒരു നല്ല പ്രോഫിറ്റ് കിട്ടി, പിന്നെ ഒരു ഗ്യാപ്പ് എടുത്താൽ നല്ലതാണ്. നാളെയും ചെയ്ത് അത് കളയണ്ട. നമ്മൾ ആ എക്സൈറ്റ്മെന്റിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടി ഒരു ബിഗ് ലോസോ ബിഗ് പ്രോഫിറ്റോ വന്നു കഴിഞ്ഞാൽ ചെറിയ ഗ്യാപ്പ് എടുക്കുന്നതൊക്കെ ഒരു നല്ല ട്രേഡർമാർ ചെയ്തു വരുന്ന ഒരു പ്രാക്ടീസാണ്. ഈ രീതിയിൽ ഡിസിപ്ലിൻ ട്രേഡ് ചെയ്യുക ആൻഡ് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഷീറ്റിൽ ഓൾറെഡി ട്രേഡൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ ട്രേഡ് ടാർഗറ്റ് ചെയ്ത് നമ്മൾ വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരും അവരുടെ മൈൻഡ് സെറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബുക്ക് എടുത്തോ ഒരു ഷീറ്റിലോ എല്ലാ ദിവസത്തെയും ട്രേഡ് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മന്ത്ലിയും വീക്കിലിയും ഒക്കെ അത് അനലൈസ് ചെയ്യുക. എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഞാനായാലും സ്റ്റിൽ എനിക്ക് മിസ്റ്റേക്ക് ഇല്ലാത്ത മനുഷ്യനല്ല, എനിക്കും ചിലപ്പോൾ മിസ്റ്റേക്ക് വരും. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കും, 1-2 ദിവസം ഗ്യാപ്പ് എടുത്ത് ഇങ്ങനെ നോക്കും, എന്നാൽ എന്താ പറ്റിയത്, അങ്ങനെ കുറേ അബദ്ധം പറ്റി. നമ്മളും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെയൊക്കെ എൻഡ് ഓഫ് ദി റിസൾട്ട് മന്ത് എൻഡിലോ ഇയർ എൻഡിലോ നമുക്ക് കിട്ടും. എല്ലാ കൊല്ലവും നമ്മളൊരു ആവറേജ് 30-40% റിട്ടേൺ കിട്ടും നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും സ്റ്റേബിൾ ആണെങ്കിൽ. ഇപ്പം ഞാൻ പറയാൻ കാരണം നമ്മളിപ്പോൾ IT അടച്ചിട്ടുള്ളൂ.
കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലായിട്ട് അടച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ സമയത്താണ് കൂടുതൽ ഇയർലി അനലൈസ് ചെയ്യുന്നത്. നമ്മുടെ പോർട്ട്ഫോളിയോസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതൊക്കെ ഒരു 16-15 തൊട്ട് സ്റ്റോക്ക് കൂടി എല്ലാ അക്കൗണ്ടുകളും ഒരു 15 മുതൽ 40% വരെയൊക്കെ പ്രോഫിറ്റിലാണ്. പോരെ, 2 കൊല്ലം കൊണ്ട് ക്യാപിറ്റൽ ഡബിൾ ആവാല്ലേ? അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസിപ്ലിനായിട്ട് ഓരോ അക്കൗണ്ട് ഓരോ പർപ്പസും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. പിന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഡിസിപ്ലിൻ്റെ കാര്യമില്ല, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ഞാനല്ല ട്രേഡ് ചെയ്യുന്ന, സിസ്റ്റമാണ് ട്രേഡ് ചെയ്യുന്നത്. സിസ്റ്റത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഇന്നത് ചെയ്യണം, അത് സിസ്റ്റം അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നോളൂ. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ കാര്യം ഇതാകുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്താൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ, രാഹുൽ പറയൂ. ഈ OI അനാലിസിസിലെ ഈ 2 PCR കാണുന്നുണ്ട്. ഇന്ത്യ വിക്സിന്റെ അവിടെ ഒരു PCR കാണുന്നുണ്ട്, അതേമാതിരി ടോട്ടൽ കാൾ OI, ടോട്ടൽ പുട്ട് OIന്റെ അവിടെ ഒരു PCR കാണുന്നുണ്ട്. അല്ലെ, ഏതാ നമ്മൾ എടുക്കേണ്ടത്? അത് ഇന്ത്യ വിക്സിന്റെ ടോപ്പിലുള്ളത് എല്ലാ സ്ട്രൈക്കിന്റെയും കൂടിയുള്ള PCR ആണ്. ദാറ്റ് മീൻസ് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രൈക്കുകളുടെ എല്ലാം കൂടി PCR. അത് എടുക്കേണ്ട കാര്യമില്ല, നമ്മൾ താഴ്ത്തെടുത്താനായിരിക്കും ബെറ്റർ. ബിക്കോസ് നമുക്ക് വേണ്ടത് നിഫ്റ്റി ഇന്ന് എത്ര പോയിന്റ് മൂവ് ചെയ്യാമോ അത്രയും പോയിന്റുകളിൽ നടക്കുന്ന OI ചേഞ്ച് ആണല്ലോ നമുക്ക് റീഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലേ? ഇപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് 27,000 PCR ഉണ്ടാവും. അവിടെ എന്ത് നടക്കുന്നു ഇപ്പൊ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. 24,800 എന്ത് നടക്കുന്നു, 900 എന്ത് നടക്കുന്നു എന്നുള്ളതാണ് കാര്യമുള്ളൂ. അപ്പൊ താഴത്തെ PCR എടുക്കുന്നത് നല്ലത്. കാരണം ആ സ്ക്രീനിൽ കാണുന്ന സ്ട്രൈക്കുകളുടെ PCR ആയിരിക്കും താഴെ. മുകളിൽ കൊടുത്തിരിക്കുന്നത് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള മൊത്തം കോൾ സെല്ലിങ്ങിന്റെയും പുട്ട് സെല്ലിങ്ങിന്റെയും PCR ആയിരിക്കും. ഓക്കെ, താങ്ക്സ്. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലെ മാർക്കറ്റ് വരും ദിവസങ്ങൾ അനലൈസ് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, നമ്മുടെ ലൈവ് ട്രേഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ ലാസ്റ്റ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സമയമില്ല, എന്തെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ട്രേഡ് കോപ്പി ചെയ്യാം. 1 രൂപ പോലും കമ്മീഷനോ ചാർജോ ഒന്നും നിങ്ങൾ തരേണ്ടതില്ല. സോ നിങ്ങൾക്ക് എന്റെ സ്വിംഗ് ട്രേഡ് കോപ്പി ചെയ്യാം, ലോങ് ട്രേഡ് കോപ്പി ചെയ്യാം, ഓപ്ഷൻ സെല്ലിംഗ് പോർട്ട്ഫോളിയോ കോപ്പി ചെയ്യാം. ബൈങ് അൺഫോർച്ചുനേറ്റ്ലി ഇല്ല, ബിക്കോസ് ബൈങ് ഒരു ക്വിക്ക് പ്രൈസിന്റെ മൂവ്മെന്റുകൾ ഉള്ളതുകൊണ്ട് ഒരു ബൾക്ക് ക്ലയൻസിലേക്ക് നമുക്ക് ഒരിക്കലും കോപ്പി ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അതുകൊണ്ടാണ് ബൈങ് ഇല്ലാത്തത്. ആൻഡ് ഫോറക്സും ക്രിപ്റ്റോ ഒക്കെ വരും ദിവസങ്ങൾ വരുന്നതായിരിക്കും. സോ നമ്മൾ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാത് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ലാഭവും നഷ്ടവും നോക്കിയാം. ബൈ.